ഞങ്ങൾക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ റെസ്ലിംഗ് ആയിട്ട് വല്ല ബന്ധമുണ്ടോ? റെസ്ലിംഗ് റെസ്ലിംഗുമായിട്ടുള്ള ബന്ധമോ? അല്ല, അത് കാണാറുണ്ടായിരുന്നോ? അങ്ങനെ ബന്ധമാണെങ്കിൽ എന്റെ മൂത്തപ്പയുടെ മൂത്ത മോനാണ്. അല്ല, ഈ വോൾട്ടർ എന്ന ക്യാരക്ടർ ചെയ്യാൻ യെസ് പറഞ്ഞ കാരണം എന്താ? ഞാൻ റെസ്ലിംഗ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മള് വെറുതെ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നതല്ലേ ഉള്ളൂ പല കാര്യങ്ങളും. അടിക്കടാ, അതേ ഉള്ളൂ. അത് ഇയാളെ പഴയ അന്നത്തെ കാലത്തെ ഒരു ദാരിദ്ര്യ കാലത്തെ ഉള്ളൊരു ഫീലിംഗേ ഉള്ളു. ഇപ്പൊ ഒരു വലിയ റെസ്ലിംഗ് ഇതൊക്കെ കിട്ടി വൻ പരിപാടിയല്ലേ. അത്രേ ഉള്ളൂ. പോരെ? കുറെ ലിസ്റ്റായിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. 2023 തുടക്കത്തിൽ ഓസ്ലർ, 2024 രേഖാചിത്രം, 2024-25-26 ചത്താ പച്ച. ഈ മമ്മൂക്കെ വെച്ച് ആ വർഷം തുടങ്ങിയ ആ ചിത്രം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആണ് എന്ന് പറഞ്ഞത് ഇപ്പൊ ഒരു വിശ്വാസമായി മാറിയെന്ന് തോന്നുന്നോ? അത് മമ്മൂക്ക മനഃപൂർവ്വം പ്ലാൻ ചെയ്യുന്നതാണോ? നമുക്കൊരു ക്യാമിയോ ചെയ്തേക്കാം, നമ്മളില്ലേ നമ്മുടെ പേര് മതി അത് ഹിറ്റ് ആവാൻ. അതിപ്പോ ഇങ്ങനെ പറഞ്ഞു വരുന്നത് നല്ലതാണ്. അടുത്ത വർഷം ഒരു ക്യാമിയോ ഒക്കെ റേറ്റ് ഫിക്സ് ചെയ്യാം അല്ലേ? ബാബു ഒക്കെ അത് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു ക്യാമിയോ ആയിട്ട് വരുമ്പോ അതുപോലെ മമ്മൂക്കനെ ഈ കൊച്ചി മട്ടാഞ്ചേരി ഈ ഏരിയയിൽ ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോ അതിനൊരു കൾട്ട് ഫോളോയിങ് ഉണ്ട്. അപ്പം ആ ഏരിയ ആയിട്ട് മമ്മൂക്കയ്ക്ക് കൊച്ചി മട്ടാഞ്ചേരി എന്ന് പറയുന്നത് എന്റെ ഭാര്യ മട്ടാഞ്ചേരിക്കാരി. അതാണ്. പിന്നെ ഞാൻ പഠിച്ച കാലത്ത് എൻ്റെ കൂടുതൽ സുഹൃത്തുക്കളും മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിക്കാരാണ്. പിന്നെ ഫോർട്ട് കൊച്ചി വൈപ്പിൻ ആ ഭാഗത്തൊക്കെ ഞാൻ ഒരുപാട് കാലം നാടകം കളിക്കുകയും ഒരുപാട് സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. ഭാഷ അത്യാവശ്യം നല്ല പരിചയമാണ്. ഞങ്ങളുടെ ഒരു മട്ടാഞ്ചേരിക്കാരൻ അവിടെ ഉണ്ട്. നീ അത് 2 വാക്കൊന്ന് പറയുന്നോ? പേടിയ ടെൻഷൻ അടിച്ച് ചാവരുത്. മമ്മൂക്ക പൊളിയാണ്. ലവ് യു എന്നൊക്കെ. ലവ് യു ടു. മതിയില്ലേ ഡാട്ടു? ഒരേ കണ്ടന്റായോ? എന്നാ നമുക്ക് നിർത്താം. നമുക്ക് ഇനി 2026 തുടക്കം കുറിച്ചു. ചത്താ പച്ച ഹിറ്റായി. ഇനി വരാൻ പോകുന്ന ചിത്രങ്ങൾ കുറെ അധികം ഇങ്ങനെ നീണ്ട ഒരു ലിസ്റ്റാണ്. അതിൽ പേട്രിയറ്റ് ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിൽ ഇഷാനും എവിടെ? അതിന്റെ പുറകെ എവിടെയോ ഭയങ്കര ബിസി ആക്ടറല്ലേ, കുറെ പടത്തിലായിപ്പം. അല്ല, സെറീനും ഉണ്ട്. അപ്പം അതിന്റെ ഞങ്ങൾ എന്ത് പ്രതീക്ഷിക്കാം ഈ സിനിമകളിലൊക്കെ? എങ്ങനത്തെ മമ്മൂക്കയാണ് ഇനി വരാൻ പോകുന്നത്? വോൾട്ടറിനെ കണ്ടു, ഏത് മുഖമായിരിക്കും? കുറെ മുഖം. എന്തും ചെയ്യും, അന്തം വിട്ടാൽ എന്തും ചെയ്യും. എന്തായാലും നമ്മുടെ വോൾട്ടറിനെ ഈ ഒരു ചിത്രത്തിൽ കിട്ടിയത്, അത് മമ്മൂക്ക ആ കഥാപാത്രം അഭിനയിക്കാൻ കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. നല്ലൊരു കൈ കൊടുക്കാം to the entire team of Chatta Pachala. Thank you.